പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റിവെക്കാൻ ഒരിക്കലും കഴിയില്ലാത്ത ഒരു ഇമ്പോർട്ടൻ്റായ ഒരു ഇൻഗ്രീഡിയൻസാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പ് സാധാരണ നമ്മൾ വലിയ വിലയോടുകൂടെ കാണുന്നില്ല, കാരണം ഉപ്പിന് തന്നെ വില കുറവാണ്. പക്ഷെ ഉപ്പിൻ്റെ മൂല്യവും വിലയും ബെനിഫിറ്റും നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ 80% ശാരീരിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉപ്പിന് പറ്റും. നമ്മളെ രോഗങ്ങളില്ലാതാക്കാൻ ഉപ്പിന് പറ്റും. അതിന് ചില സുന്നത്തുകൾ, ചില നടപടികൾ നമ്മൾ സ്വീകരിക്കണം. മാത്രമല്ല, നമ്മുടെ ബെഡ്റൂമിൽ കുറച്ച് ഉപ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോ കടലാസിലോ ഇങ്ങനെ നിരത്തി വെച്ച് അന്ന് കിടന്നുറങ്ങുന്നവർക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പല അത്ഭുതവും കാണാം. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ സോൾട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, ഉപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാലുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എത്രയാണ്, ഡോക്ടർമാരുടെ ചർച്ച എത്രയാണ്, ഇതൊക്കെ ഒന്നറിയണ്ടേ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും സലാമത്തും ബറക്കത്തും റാഹത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞു. ഖൽബ് നിറച്ച് ദുആ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പ്രായമുള്ളവർ, സഹോദര സഹോദരിമാർ, ഉമ്മ ഉപ്പമാർ, എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമ്മളോട് മഹബത്തുള്ളവർ, അല്ലാഹുവിൻ്റെ സ്നേഹം അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണ് ഉപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സർവ്വസാധാരണമായി ഒരു ചൊല്ല് പറയാറുണ്ട്. നമുക്ക് അത്ര അറ്റാച്ച്മെൻ്റുള്ള ആളുകളോട് നമ്മൾ പറയും, നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് കാര്യമില്ല, ആ ജീവിതത്തിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി വരുന്നത്. എന്നും അത്രയേറെ ഇമ്പോർട്ടൻസാണ് ഉപ്പ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അതിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 80% പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതകരമായ പ്രൊഡക്റ്റ്, ഒരു നിഅമത്താണ് ഉപ്പ്. കാണുമ്പോൾ നിസ്സാരേ ഉള്ളൂ, ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഉപ്പ്. നമ്മളെ കടയിൽ ഒരു തക്കാളി വാങ്ങാൻ പോയാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു വെജിറ്റബിൾസ് എന്ത് വാങ്ങാൻ പോയാലും, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയാൽ ഇതൊക്കെ ഭയങ്കര വില ഉണ്ടാവും. പക്ഷേ അതിലെല്ലാം വില ഏറ്റവും ലോഹയായി തന്നെ കിടക്കുന്ന ഒരു സംഗതിയാണ്. നേരത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉപ്പ്. പക്ഷേ ഇത് ഏത് ഉപ്പ് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതിന് വല്ലാത്ത കഴിവാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്ത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി വിശദീകരിക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ തുടക്കം ഒടുക്കം, സ്റ്റാർട്ടിങ് എൻഡിങ് രണ്ടും ഉപ്പ് കൊണ്ടായിരിക്കൽ. അതായത് ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക, ഡിന്നർ കഴിക്കാൻ പോവുക, ഏത് ഭക്ഷണമാണെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ഒരല്പം ഉപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നാവിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരല്പം നാവിലേക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് കൊടുക്കുക. അത് 70 രോഗങ്ങൾക്ക് ശിഫയാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് എമ്പാടും കിതാബിൽ നമുക്ക് കാണാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ഉപദേശത്തിൽ പോലും അത് കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്യ അലിയെ റളിയല്ലാഹു അൻഹു. നമ്മുടെ ആരോഗ്യം നിലനിൽക്കാനും നമ്മൾ ഒരുപാട് 70 രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാര രോഗങ്ങളല്ല, ബെഡാ രോഗങ്ങളാണ്. അതൊക്കെ മാഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൽ നിന്ന് സലാമത്തുണ്ടാകും, ഇമ്മ്യൂണിറ്റി കിട്ടും, ആ രോഗം ഉണ്ടാവാതിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ജസ്റ്റ് അത് സുന്നത്താണ്, ആ ഒരു ശരി സുന്നത്താണ്, നമ്മുടെ തിന്മശരി ഇല്ലാത്ത സുന്നത്താണ്. അത് കൊണ്ടുവന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു റിലാക്സ് കിട്ടും. ഇപ്പോൾ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു പിരിമുറുക്കം, മാനസിക പിരിമുറുക്കം, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ നല്ല സ്ലീപ്പ് ഉണ്ടാകാൻ, നല്ല ഡീപ്പായിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. ജസ്റ്റ് ഒന്ന് കണ്ണു വലിഞ്ഞാൽ പോരാ, ഡീപ്പായിട്ട് ഉറങ്ങണം. ഉറങ്ങുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഉറങ്ങണം. ഇതിനെല്ലാം സഹായകരമാകുന്ന ഒരു ശൈലിയാണ്, ഒരു ശൈലി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം, ഓവറായിട്ടല്ല, ഒരല്പം കല്ലുപ്പ് ചേർക്കുക, നന്നായിട്ട് അത് മിക്സ് ചെയ്യുക, എന്നിട്ട് കുളിക്കാൻ നേരത്ത് ശരീരത്ത് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുക. ഉപ്പ് കലർത്തിയ ഉപ്പിട്ട വെള്ളം കൊണ്ട് കുളിക്കുക. ഒരുപാട് ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നുണ്ട്.
മാത്രമല്ല ഈ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഭൂരിഭാഗം രോഗത്തിൻ്റെയും അടിസ്ഥാനം ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുമായി ബന്ധപ്പെട്ടത്. അതൊരു പരിധി വരെ പോകാൻ കാരണമാകും. അതിന് കല്ലുപ്പ് ഉപയോഗിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുക, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ വിദേശത്തൊക്കെ പിന്നെ ചില രീതികളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ സോൾട്ട് ഹൗസ്, അതായത് ഉപ്പിൻ്റെ വീട്, അതായത് ഉപ്പിൻ്റെ ഒരു ഗുഹ പോലത്തെ ഒരു സംഗതി, നിറയെ ഉപ്പാണ്, സോൾട്ടാണ്. അതിലേക്ക് ഈ ഭയങ്കരമായ ശ്വാസം മുട്ടും ആസ്മയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ആസ്തമയുള്ള അവരെയൊക്കെ കടത്തിവിടുക, എന്നിട്ട് അവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക. അത്ഭുതകരമായ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ശൈലി. അതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചില നാടുകളിൽ ഉണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ കേൾക്കുന്നു. അതേപോലെ തന്നെ ഈ പുകവലിയുടെ പ്രയാസങ്ങൾ കൊണ്ട് പിന്നെ ആകെ ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്കെല്ലാം ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നെല്ലാം കാണുന്നുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ഈ ബീച്ചുകളുണ്ടല്ലോ, ബീച്ചുകൾ, കടൽ, അതാണല്ലോ ഉപ്പിൻ്റെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത്. ഈ ബീച്ചുകളിൽ, അവിടുത്തെ മണ്ണുകളിൽ, അതിൻ്റെ ബീച്ചിൻ്റെ പരിസരങ്ങളിലെല്ലാം ഈ സോൾട്ടിൻ്റെ, ഉപ്പിൻ്റെ ഒരു വായുവാണ് ഉണ്ടാവുക. അവിടെ ഉപ്പിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഒരു പിന്നെ അംശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വായുവാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ വച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ബ്രീത്ത് ചെയ്യുക. ഉപ്പ് സാന്ദ്രതയുള്ളൊരു ഭാഗമാണ്. അവിടെ ബ്രീത്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയായ നമ്മുടെ ലെൻസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത്തരം നീർക്കെട്ടുകൾ, പ്രയാസങ്ങൾ ഉള്ള ആളുകൾക്ക് അതെല്ലാം പലപ്പോഴും ഉപകാരപ്പെടുന്നു എന്നെല്ലാം ചില ഡോക്ടർമാരുടെ ചർച്ചയിലൊക്കെ വരുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് ഒരു കടലാസിലോ പാത്രത്തിലോ കല്ലുപ്പ് കൊണ്ടുവന്നിട്ട് ചുമ്മാ അങ്ങനെ നിരത്തിങ്ങനെ ഇടുക. നമ്മുടെ കിടക്കുന്ന ബെഡ്റൂമിൽ ചുമ്മാ അങ്ങനെ നിരത്തി വെക്കുക, ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വായുവിലേക്ക് അതിൻ്റെ പിന്നെ കലർന്നിട്ട് നമ്മൾ അത് ബ്രീത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ ഇത്തരം വലിയ പ്രയാസങ്ങൾക്കെല്ലാം ശമനം കിട്ടുമെന്നെല്ലാം ഡോക്ടർമാരുടെ ചർച്ചയിൽ ഏതായാലും കയറി വരുന്നുണ്ട്. പിന്നെ ഈ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്ന, നേരത്തെ പറഞ്ഞു ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കലക്കിയിട്ട് നമ്മൾ കുളിക്കുന്നൊരു ശൈലി ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൻ്റെ മസിലിൻ്റെ വേദന, മസിൽ പെയിൻ മാറിപ്പോകാനും, അതേപോലെ തന്നെ ഈ ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിപ്പോകാൻ കാരണമാകും. ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രോഗത്തിൻ്റെ 80% അതിൽ കൂടുതലും ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ കാരണമാകും. ഈ കയ്യും കാലൊക്കെ ഭയങ്കരമായ ഡ്രൈ ആയി ഉണങ്ങി വരണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉപ്പുവെള്ളം ചേർത്ത് കുളിച്ചാൽ അതിൽ നിന്നും നമുക്ക് പിന്നെ പ്രയാസകരമായ സലാമത്തുണ്ടാകും, ഒരു ആശ്വാസം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും മുറിവുകളോ മറ്റു കാരണങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒരു റാഹത്ത് കിട്ടാൻ ഈ ഉപ്പുവെള്ളത്തിൽ കുളിക്കൽ നല്ലതാണ് എന്നെല്ലാം പ്രിയപ്പെട്ടവരെ ഡോക്ടർമാരുടെ ഡിസ്കസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും ഉപ്പ് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 7 ഉപ്പുകല്ലെടുത്ത്, കല്ലുപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അവിടെയാണ്. ഞാൻ എപ്പോഴും അൻവാർ ഹഫീസിൻ്റെ കുടുംബത്തിനോട് പറയാറുണ്ട്, 4 നിവൃത്തി ഉണ്ടെങ്കിൽ പൊടിയുപ്പ് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കണം. അടുക്കളയിൽ ആ സംഗതി ഉണ്ടെങ്കിൽ ആ കുടുംബക്കാർ മൊത്തം ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗികളായിരിക്കും. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ തള്ളി നീക്കേണ്ടി വരുന്നൊരവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടാവും. കല്ലുപ്പ് ഉപയോഗിക്കണം, അത് പൊടിച്ചു വെക്കണം. അല്ലെങ്കിൽ റോക്ക് സാൾട്ട്, ഈ റോസ് പിന്നെ കളറിൽ നമുക്ക് കിട്ടുമല്ലോ, ഇന്ദുപ്പ് കിട്ടും, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കെമിക്കലില്ലാത്ത തരത്തിൽ വാങ്ങി വെക്കാം. എത്രയോ കാലങ്ങളായി റോക്ക് സാൾട്ടാണ് ഈ വിനീതിൻ്റെ കുടുംബത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. കല്ലുപ്പും സജീവമായിട്ട് ഉപയോഗിക്കും. പൊടിയിപ്പ് എന്ന് പറഞ്ഞ സംഗതി ഗൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല. ആ അല്ലാഹുവിൻ്റെ നിഅമത്താണ് അങ്ങനെ സംഭവിച്ചത്, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പിന്നെ വീട്ടിൽ കല്ലുപ്പ് നമ്മൾ ഒരു 7 ഉപ്പ് കല്ലുപ്പിൻ്റെ 7 പീസ് നമ്മൾ മാറ്റി വെക്കാം. ഓരോന്നിലേക്കും ആയത്തുൽ കുർസി ബിസ്മി ഓതിയിട്ട് ആയത്തുൽ കുർസി 7 എണ്ണം ഓതുക. ഓരോന്നിലേക്കും 7 എണ്ണം ഓതിയിട്ട് ഊതുക. അടുത്തെടുക്കുക, 7 ആയത്തുൽ കുർസി ഊതുക. അങ്ങനെ 7 എണ്ണം ഊതിയിട്ട് നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് ഓരോ ദിവസവും നാവിൽ വെച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് നുണഞ്ഞിറക്കുക. എത്ര വലിയ ഈ കഫജന്യമായ രോഗങ്ങൾ ഉണ്ടെങ്കിലും അത്ഭുതകരമായ ശിഫ ഉണ്ടാവും. ചെയ്യുന്ന ആളുടെ, ഓതി മന്ത്രിക്കുന്ന ആളുടെ, ഉപയോഗിക്കുന്ന ആളുടെ യഖീൻ പോലെ ഇരിക്കും. അത്ര ഉറപ്പോടെ ചെയ്താൽ അത്ഭുതകരമായി മാറ്റം ഉണ്ടാവും. അപ്പോൾ സോൾട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മാറ്റിവെക്കാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസാണ്. അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റുകളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. പരമാവധി ഗുണങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. പിന്നെ
നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ വിഷാംശങ്ങളെ പലപ്പോഴും ചില നീരുകൾക്ക് നമ്മൾ ഉപ്പ് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില മുറിവുകൾ വൃത്തിയാക്കാൻ വേണ്ടി സാധാരണ ചെയ്യാറുണ്ട്. എന്നാൽ തന്നെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഉപ്പ്. അതിൻ്റെ ഗന്ധത്തിന് പോലും വല്ലാത്ത മൂല്യമാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താം പരമാവധി. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോക സലാമത്തും ആഫിയത്തും വിജയം തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله